ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തെങ്കിലും വിശേഷം? നമുക്ക് ഇതാ ഇവിടെ വിശേഷം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഓപ്പൺ ആവാണ് കേട്ടോ. സ്കൂൾ തുടങ്ങാന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും അന്ന് തന്നെയായിരിക്കും സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഞാനെന്താ പ്രിപ്പയർഡായിട്ട് ഇന്നലെ തൊട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നിപ്പോൾ എന്താണെങ്കിലും അവന് നേരത്തോടു കൂടിയിട്ട് പോകണ്ട. എന്നാലും എനിക്കിനി അടുത്ത ദിവസം തൊട്ട് ഈ പറഞ്ഞ പോലെ അതിരാവിലെ എണീക്കണം. പുലർച്ചെ എണീറ്റാലാണ് എന്തെങ്കിലുമൊക്കെ ആവുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിക്കു ഭയങ്കര ഹാപ്പിയാണ്. പിക്കു മാത്രമല്ല കേട്ടോ, തനുക്കുട്ടിക്കും അതെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും സ്കൂളിൽ പോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് എനിക്ക് പകുതി ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്ന ആദ്യത്തെ ആഴ്ചയ്ക്ക് കുട്ടികൾ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭയങ്കര തുള്ളിച്ചാടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ പോവുക, പഠിക്കുക, കളിക്കുക, കൂട്ടുകാർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ടെൻഷനില്ല. ഇവരെ ഒരുക്കി പറഞ്ഞയക്കണ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം ഇച്ചിരി കൂടി വലുതായില്ലേ, ഇനി കുറച്ചും കൂടിയും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തോളുമല്ലോ. അപ്പം അങ്ങനെ വീണ്ടും ഒരു അധ്യയന വർഷം കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ജൂൺ 1 അങ്ങനെയൊക്കെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എപ്പോഴും കുറച്ച് മുന്നെയാണ്. സ്കൂൾ അടയ്ക്കുന്നതും കുറച്ച് മുന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇവർക്ക് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെയാണ് ഇപ്പോൾ കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് തുടങ്ങുന്നത്. സാധാരണ മുന്നേ ഉണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ UKG ഒക്കെ പഠിക്കുന്ന സമയത്ത് 1.5 മാസം മാത്രമേ വെക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനെ പുതിയ സ്കൂളിലേക്ക് മാറ്റി കുറച്ചും കൂടി അടുത്തേക്ക് ആക്കി. അപ്പോഴാണ് ഇപ്പോൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കിട്ടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടിനും കുറേ സ്കൂളുകളുണ്ട്, തൊട്ടടുത്തൊക്കെ സ്കൂളുണ്ട്. പക്ഷേ കോവിഡ് കഴിഞ്ഞ സമയമായിരുന്നു കൊണ്ട് നമുക്ക് അന്ന് അങ്ങനെ അഡ്മിഷൻ കിട്ടിയില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ എനിവേ എൻ്റെ ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. രാത്രി ഭയങ്കര ചുമയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ ചുമ മാറാത്തതെന്ന്. അപ്പോൾ എന്താണെങ്കിലും അടുക്കളയിലേക്ക് പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ആദ്യത്തെ ദിവസമാണെങ്കിലും അവർക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പം ചോറെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലും എളുപ്പപ്പണി എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എന്നിട്ട് നമ്മുടെ സ്കൂൾ ജീവിതം അങ്ങ് തുടങ്ങാം. അപ്പോൾ വാ. പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന എന്ന് പറയില്ല. അപ്പോൾ പതിവ് പോലെ ഞാൻ അടുക്കളയിൽ കയറി ആദ്യമേ തന്നെ ഒരു കാപ്പി ഇട്ടിട്ടുണ്ട്. കാപ്പി ഇട്ടാൽ വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇൻട്രോ എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പഴം പുഴുങ്ങാന്ന് വിചാരിക്കും. പഴം അത്ര വലിയ പഴമൊന്നുമല്ല, ചെറിയ പഴമാണ്, വണ്ണം കുറഞ്ഞ പഴമാണ്. കട്ട് ചെയ്ത് വെക്കാം, നമുക്ക് പുഴുങ്ങിയെടുക്കാം. ചെറിയ പഴം ഇല്ലായിരുന്നു, വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവിടെ എന്നും മഴയാണ്. അപ്പോൾ ശരത്തേടെ മിക്കപ്പോഴും വരുന്ന ദിവസം വൈകുന്നേരം വരുന്ന സമയത്ത് മഴയായിരിക്കും. അപ്പോൾ വാങ്ങിച്ചിട്ട് വരാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന് വെച്ചിട്ട് ഓടിയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് കാരണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ചെറിയ പഴം ഇല്ല. നമുക്ക് തൽക്കാലം നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാം. പിക്കുവിന് പഴം പുഴുങ്ങിയത് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാലും പിന്നെ ഉപ്മാവൊക്കെ ആകുമ്പോൾ വായിലൊക്കെ വെച്ച് കൊടുത്താൽ കഴിച്ചോളും. അങ്ങനെയാണ്. പഴം പുഴുങ്ങാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സ്നാക്സ് ഇന്ന് ഞാൻ കണ്ടോ പപ്പായയാണ് കൊടുത്തയക്കുന്നത് കേട്ടോ. പപ്പായ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കൊടുത്തയക്കാം. അപ്പോൾ വെക്കേഷൻ പ്രമാണിച്ചുള്ള ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റി കേട്ടോ. നമ്മളെല്ലാം തലേ ദിവസം കട്ട് ചെയ്തൊക്കെ വെക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ. സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. പിന്നെ ഉപ്മാവിൽ അധികം വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇവർക്ക് ഇങ്ങനെ പറക്കി കളയാനേ നേരം ഉണ്ടാവുള്ളൂ. ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്യാരറ്റോ ഒക്കെ, ക്യാരറ്റ് ഇഷ്ടമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പുലാവാണ് കൊടുക്കുന്നത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അതിലേക്ക് ക്യാരറ്റ് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇട്ടാൽ ശരിയാവില്ല, അതിൽ ഇച്ചിരി അധികം വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചെടികളൊന്നും പിന്നെ ഇപ്പം പോയി നനയ്ക്കേണ്ട ആവശ്യമില്ല. രാത്രി നല്ല മഴയായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ചെടികളൊക്കെ നനഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് ചെടി നനയ്ക്കണ്ട. രാവിലെ പോയിട്ട് രാവിലെ ഈ ധൃതിയുടെ ഇടയിൽ ഒന്നും നടക്കില്ല. സ്കൂളിൽ നോർമലി പോകുന്ന ദിവസമാണെങ്കിൽ എനിക്ക് 6:30 6:45 ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിയും. അപ്പോൾ പിന്നെ ഞാൻ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കും.
ഇനിയിപ്പോൾ നനയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉപ്മാവ് എപ്പോഴും നെയ്യിലുണ്ടാക്കി അല്ലെങ്കിൽ ബട്ടറിലുണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാൻ 2 സ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ ഇത്, അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി വരട്ടെ. അപ്പോൾ നെയ്യൊക്കെ ഉരുക്കി വന്നു. ഞാൻ കടുക്, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ് ഇത് 3 ചേർത്താണ്. പിന്നെ കുറച്ച് കറിവേപ്പില. അടുത്തത് ഉണക്കമുന്തിരി, കപ്പലണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർക്കാം. അതൊക്കെ ഏതെങ്കിലും ഒന്ന് ഞാൻ ചേർക്കുള്ളൂ. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തു. ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അത് വീട്ടിലെ ശീലമാണ്. നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ ടേസ്റ്റിലാണ് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്. അത് കാരണമാണ് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തു. വഴന്ന് വന്നപ്പോഴത്തേക്കും 1 കപ്പ് റവ ചേർത്തു. അതൊന്ന് റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാനൊരു മിനിറ്റോളം ഇങ്ങനെ വെറുതെ റോസ്റ്റ് ചെയ്യും. അതിലേക്ക് ഒരു ബട്ടർ കൂടി ചേർക്കും. അപ്പോൾ നല്ല മെൽട്ടായിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്മാവ്. പിന്നെ 1 കപ്പാണ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കും 1 മിനിറ്റോളം ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോഴത്തേക്കും നോക്കിയാൽ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അടച്ചു വെച്ചിട്ട് ചൂട് പോകണ്ടെന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മളുടെ ഉപ്മാവും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് ഞാൻ അടച്ചു വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ അങ്ങനെ ചിക്കി എടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല തരിതരിപ്പായിട്ടുള്ള ഉപ്മാവായിട്ട് കിട്ടും. അപ്പോൾ പിക്കു എണീറ്റതേ കുളി തുടങ്ങിയിട്ടുണ്ട്. കുളിച്ച് ഡ്രസ്സ് മാറാം. അപ്പം ഇന്ന് കളർ ഇട്ടിട്ട് പോകണ്ടോ. ഞാൻ കടാ നാളത്തേക്കുള്ള ഗ്രീൻ പീസ് കറി വയ്ക്കാൻ ഞാൻ ഇന്നേ വെള്ളത്തിലിട്ട് വൈകുന്നേരം വേവിച്ച് വയ്ക്കില്ല. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിടാണ്. അധികമൊന്നുമില്ല, അങ്ങനെ. അപ്പം ഇതിങ്ങനെ വേവിച്ച് അധികം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് നമ്മൾ വല്ല ഇങ്ങനെ പുലാവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൈസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെക്കേണ്ട 2 ഗുണമുണ്ട്. ഇതിപ്പോൾ നാളെ കറി വയ്ക്കും. പിന്നെ ഇച്ചിരി എടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും റൈസ് ഐറ്റംസിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ. ഇത് കഴുകി വെക്കട്ടെ. അങ്ങനെ നമ്മൾ റൈസൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി കാണിച്ച കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ പുലാവ് പോലെ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ പപ്പായ കട്ട് ചെയ്തതും റൈത്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് ഞാൻ പിക്കുവിന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത്. നോൺ വെജ് അലൗഡ് ഒന്നല്ല, എന്നാലും വേണമെങ്കിൽ എഗ്ഗൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തയക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ പുതിയ ലഞ്ച് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ലഞ്ച് ബാഗിലേക്ക് ഇതാ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു സ്പൂൺ എക്സ്ട്രാ വെച്ച് കൊടുക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഒന്ന് അടഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അവൻ ഈ പറഞ്ഞ പോലെ ധൃതി കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു പോയാൽ എൻ്റെ ശ്രദ്ധക്കുറവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സ്പൂണൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ ഒരു നാപ്കിൻ വേറെ എക്സ്ട്രാ വെച്ച് കൊടുക്കാറുണ്ട്. ഇനി പുറത്തോട്ടൊന്നും കളയണ്ടെന്ന് വെച്ചാൽ അതിൽ വെച്ച് ഉണ്ടോളാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു, ഒക്കെ ചെക്ക് ചെയ്തു. സ്നാക്സും ഒക്കെ ഇല്ലേന്ന്. വെള്ളം പിന്നെ ബാഗിനകത്താണ് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് പോയി. അതിനുശേഷം ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ അത്ര ധൃതി പിടിക്കാനൊന്നുമില്ല. 9 o'clock ആയിട്ടേ പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്മാവ് എടുത്തു. അവന് പഴം പുഴുങ്ങിയതിനോട് അത്ര വലിയ പ്രിയമില്ല കേട്ടോ. അവന് നേന്ത്രപ്പഴം അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഉപ്മാവിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അമ്മമാർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് കൊടുത്താലും മക്കൾ കഴിക്കും. അതിന് ഒരു പ്രത്യേക രുചിയാണെന്നൊക്കെ പിക്ക് പറയാറുണ്ട് കേട്ടോ. എന്നെ സുഖിപ്പിക്കാൻ പറയുന്നതായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഞാനായിട്ട് കൊടുക്കുമ്പോൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്മാവിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അറിയാണ്ട് മണമണാന്ന് കഴിച്ചോളും. 2 പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. സാധാരണ സ്കൂളിലുള്ള ദിവസം ഇവർ തന്നെയാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യ ദിനമായ കാരണം കൊണ്ട് ഞാൻ
ഞാൻ വായിലൊക്കെ വെച്ച് കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞായിരുന്നു. ഞാൻ വിളക്കൊന്നും വെച്ചിട്ടൊന്നുമില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, ധൃതി പിടിച്ച് ലേറ്റായിപ്പോയി, കഴിക്കാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിക്കുവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് തനുക്കുട്ടി പിണങ്ങി ഇതാ അവിടെ അകത്ത് ഇരിപ്പുണ്ട്. അതാണ് പിക്കുവിന് ചിരി വരുന്നത്. ഇപ്പോൾ ശരത്തേട്ടനാണ് അവനെ ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ. വൈകിട്ട് പിന്നെ ബസ്സിൽ സ്ഥിരം വരുന്ന കാരണം കൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആദ്യ ദിനമായ കാരണം കൊണ്ട് 9 o'clock പോകേണ്ടത്. അതുകൊണ്ടാണ് ശരത്തേട്ടൻ ഡ്രോപ്പ് ചെയ്യണത്. അപ്പോൾ തനുക്കുട്ടി പിണക്കാണെങ്കിലും പോകുമ്പോൾ അവന് ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോഴും അവൾക്ക് സ്കൂളിൽ പോകണമെന്നാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിക്കുത ബൈക്കിൽ കയറി ശരത്തേട്ടൻ അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഓഫീസിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകാഞ്ഞത് കേട്ടോ. അപ്പോൾ പിക്കു പോയി, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ശരത്തേൻ്റെ ഫോൺ വന്നു. പിക്കുവിനവിടെ ആക്കി സേഫായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ ബ്ലോക്കിലാണ്, ഹൈസ്കൂൾ ബ്ലോക്കിലാണ് കേട്ടോ ഇപ്പോൾ അവനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 4th തൊട്ട് അവർ ഹൈസ്കൂളിൻ്റെ ബ്ലോക്കിലേക്ക് മാറും. അപ്പോൾ വലിയ ചെറുക്കനായി എന്നർത്ഥം. അപ്പോൾ തനും പിക്കും ഇനി സെപ്പറേറ്റ് ബിൽഡിങ്ങിലായിരിക്കും. പിക്കുവിന് ഇനി തനുകുട്ടീനെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി എന്താ, പിക്കു ചാടി തുള്ളിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അവർ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നാറൊന്നുമില്ല. പിന്നെ ഒരു തനിക്കുട്ടി പിള്ള കാര്യങ്ങൾ കുഴപ്പമില്ല. അവൾക്ക് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തെയും കൂടിയും ഗ്യാപ്പ് ഉണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ഞാൻ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ശരത്തേൻ്റെ ഫോൺ വന്നു. ഡിഷസിൽ നിന്ന് ചിക്കൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇരുന്നതാണ്. അപ്പോഴത്തേക്കും തന്നെ ചിക്കൻ വന്നു കേട്ടോ. നമ്മളെപ്പോഴും ലിഷ്യസിൽ നിന്നാണ് കേട്ടോ ചിക്കനൊക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ 2 കിലോനാണെന്ന് തോന്നുന്നു. ഓരോരോ പാക്കറ്റായിട്ട് 2 പാക്കറ്റാണ് വന്നേക്കണം, ഓരോരോ കിലോൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ പുലാവ് വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്തോ ഒരു ഈച്ച പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ പുലാവ് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ചിക്കൻ എന്തെങ്കിലും ഒരു കറി പോലെ ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കബാബാണോ കറിയാണോ അത് ശരത്തേനെ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ ഒരെണ്ണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളേക്കോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ മതി. ഇത് ക്ലീൻ ആക്കിയിട്ട് നല്ല സീൽ ചെയ്ത് വരുന്ന ചിക്കനാണ് കേട്ടോ പാക്കറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കേടൊന്നും വരില്ല. അപ്പം അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. ശരത്തേനോട് ചോദിച്ചിട്ട് ഇന്നത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാം. കറിയായിരിക്കും മിക്കപ്പോഴും പറയാം, ബിക്കോസ് നമ്മൾ രാത്രി ചപ്പാത്തിയല്ല കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയിലേക്ക് എപ്പോഴും കറിയായിരിക്കും നല്ലത്. നമ്മൾ കബാബൊക്കെ വെച്ച് കഴിക്കുന്നേ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് കറി വയ്ക്കാം, എന്നാലും ഒന്ന് വിളിച്ച് ചോദിക്കാം. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്കിങ്ങനെ എല്ലാം ചോദിക്കുന്നത് ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ ചോദിച്ചിട്ട് വെറുതെ അപ്പോൾ പറയും, ഉറപ്പാണ് കറി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയാലോ, ഒരു ചിക്കൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കങ്ങനെ അലക്കാനോ ഉണക്കാനോ ഒന്നും ഇല്ല. ഇന്നലത്തെ ദിവസം മുഴുവൻ ഞാൻ 2 പ്രാവശ്യം അലക്കി എല്ലാം തോരയിട്ട് എല്ലാം ഉണക്കി മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് അലക്ക് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശം. കുറേ ദിവസത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ ആകാശം കാണുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഉഷാറായിട്ട് ചിക്കൻ വയ്ക്കാം. എന്നും ഒരേ ടേസ്റ്റിൽ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ എനിക്കൊരു മടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകം 1 സ്പൂൺ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 സവാള, ഒരു 2 വലിയ തക്കാളി പഴുത്തത് എടുക്കണം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. എല്ലാം ഒന്നിച്ചിട്ടാലും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. അതൊന്ന് കുക്കായിട്ട് വരട്ടെ. നമ്മൾ പോയി വന്നതിന് ശേഷം നമ്മൾ ഈ ടേബിൾ റോസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും കേടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കി എത്ര ഫ്രഷ് ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നേ എന്നുള്ളത്. അപ്പോൾ നന്നായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ 1 മാസത്തിനുള്ളിൽ പൂവൊക്കെ വരാനായിട്ട് തുടങ്ങും. ഓരോരോ പൂവായിട്ടുള്ളൂ, എന്നാലും എല്ലാ കളറിലും എന്തൊക്കെ കളർ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ. അത്രയധികം വെറൈറ്റി ഉണ്ട് ടേബിൾ റോസിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെളുത്തുള്ളി
ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സോയാ സോസ്, ഇത് ഞാൻ കുറേശ്ശെ ചേർക്കും. ഇപ്പോൾ ഒരു 2 ചെറിയ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ചേർക്കുള്ളൂ, പുളിപ്പൊക്കെ അനുസരിച്ച്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, 2-3 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഏറെ കുരുമുളക് പൊടി ഇട്ടോ. ഞാൻ ഇച്ചിരി കുറവാ ചേർക്കുള്ളൂ, കുട്ടികൾക്ക് എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, ഇത് 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, അത് ചേർത്ത് നമ്മുടെ മസാലയായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലത്തെ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്കും ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതാ കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി എരിവ് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യാം. സോയാ സോസ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി കളറൊക്കെ കിട്ടാൻ നല്ലത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇങ്ങനെ വെള്ളാമ്പിച്ച് ഇങ്ങനെ വെള്ള കളറിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആവശ്യത്തിന് കുറുക്കി വരട്ടിയെടുക്കുക. എന്താ വെച്ചാൽ അതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരല്പം ഗരം മസാല പൗഡർ, അത് ഫ്രഷ് പൊടിച്ചത് തന്നെ ചേർക്കണം. അതായിരിക്കും ഏറ്റവും മണവും രുചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ചേർത്തിട്ടുള്ള പെപ്പർ ചിക്കൻ എന്ന് പറയാം, ആ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നല്ലോണം വരട്ടിയെടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഫൈനലി ഞാൻ എന്താ ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. തനുകുട്ടിക്കൊക്കെ കൊടുത്ത് അവളെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്, TV വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അമ്മ വേഗം അവസാനിപ്പിക്കും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വോളിയം ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ള കേടില്ലേ, കട്ട തൈര്, അത് എടുത്തിട്ടുണ്ട് കേട്ടോ. സർവാസ് ഉണ്ട്, എന്നാലും ഞാൻ ആക്ച്വലി ഈ ഒരു റൈസും ഈ പെപ്പർ ചിക്കനും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു 2 സ്പൂൺ തൈര് കഴിക്കാറുണ്ട് കേട്ടോ. അത് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അതിനകത്തുള്ള കാരണം കൊണ്ട് നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് തടഞ്ഞോളും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കഴിക്കുന്നതാണ്. അപ്പോൾ ചോറ് പിന്നെ അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ 1-2 പ്രാവശ്യം കാണിച്ചു, ഷോർട്സിലും ലോങ് വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം നമ്മുടെ ഈ ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. ഞാൻ കഴിച്ചില്ലായിരുന്നു, ജസ്റ്റ് നേരത്തെ ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. എന്നാലും ഈ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് കാണിക്കണമല്ലോ. അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് ചപ്പാത്തിക്കും പാലപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കോമ്പിനേഷനാണ്. ഈവൻ നമുക്ക് ഇങ്ങനത്തെ പ്ലെയിൻ റൈസ് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയാലും ഈ ഒരു കറി വെച്ചാൽ അടിപൊളിയായിരിക്കും. കഴിക്കട്ടെ. വർത്താനം പറഞ്ഞിട്ട് സമയം മുഴുവൻ പോകും. അടിപൊളി. ചോറൊക്കെ ഇങ്ങനെ കുഴയാണ്ട് നല്ല ഒക്കെ ഉണ്ടാവും, ചരല് പോലെയാണ് ചോറൊക്കെ എടുക്കുന്നത്. ഇങ്ങനെ കിടക്കണം, അല്ലാണ്ട് കുഴഞ്ഞു പോയാൽ ഈ ഒരു സംഭവം ടേസ്റ്റ് ഉണ്ടാവില്ല. ബിരിയാണിയൊക്കെ എനിക്ക് ഇച്ചിരി വെവുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, ഇത് പിന്നെ പുലാവ്, ഫ്രൈഡ് റൈസൊക്കെ ഇങ്ങനെ ചോറിങ്ങനെ ചരല് പോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. 2 ദിവസം കഴിഞ്ഞ് ബിരിയാണി കഴിക്കണമെന്ന് പിക്കും ഇപ്പോഴേ ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കണം. അതിനാണ് നമ്മൾ ചിക്കൻ വേറെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കഴിക്കട്ടെ കേട്ടോ, സമാധാനമായിട്ട്. തനുകുട്ടി TV കണ്ടോട്ടെ. അവൾ കാലത്തൊട്ട് TV ഒന്നും കണ്ടിട്ടില്ല. കുറച്ച് നേരം ഉച്ചയ്ക്ക് സമയം കൊടുക്കും ഞാൻ TV കാണാൻ. അപ്പോൾ അത് കണ്ടിട്ട് അവൾ കിടന്ന് ഉറങ്ങും. ആ സമയമാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവൾക്ക് TV കാണണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയാമെന്ന് വിചാരിക്കരുത്. അത്ര അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളാം. പിന്നെ ഞാൻ ഇച്ചിരി പെപ്പർ കുറവാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് മക്കള് ചെറിയ കുട്ടികളല്ലേ, അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നന്നായിട്ട് ചേർത്തോ. പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെയ്യാം. നല്ല ഫുഡാണ്, സ്വർഗമെന്ന് ഞാൻ പറയും. സ്വർഗത്തെ പോയതിന് തുല്യമാണ് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്, സ്വർഗം കിട്ടിയ പോലെ എന്നൊക്കെ പറയില്ലേ, അതേ ടേസ്റ്റ്. നമുക്ക് കഴിക്കട്ടെ, ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. എങ്ങനെയുണ്ട് സോള്? ഞാൻ യജിയാറിനെ കണ്ടു. ആണോ? യജിയാറിന്റെ എന്റെ തൊട്ട അപ്പുറത്തെ ക്ലാസ്സിലാവുന്നു. ആണോ? മോന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സ് ആയാ പുതിയത്?
2 3 കിട്ടി ഇന്നത്തെ ഒരു ദിവസം കൊണ്ട്. അപ്പൊ ആ ക്ലാസ് തന്നെ മതി അല്ലേ? ഞാൻ ക്ലാസ്സിലെ ഫസ്റ്റ് എന്നിട്ട് എഴുതിയത് സ്പെല്ലിങ്സ് കണ്ടു. എന്ത് സ്പെല്ലിങ്സ്? സ്പെല്ലിങ്സ് കണ്ടു. തന്നു. അത് മാം പറഞ്ഞു ആരവിടെ ആദ്യം ഏതാ അവർക്ക് അവരാവും നല്ലത്. ഏതായിരുന്നു സ്പെല്ലിങ്സ്? ഏതാ സ്പെല്ലിങ്സ്? ഒരു 12 സ്പെല്ലിങ്സ് ഉണ്ട്. അത് അങ്ങനെ പിക്ക് ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാ വിശേഷം 2 പേരും എന്നോട് പറയട്ടോ. ഞാനത് കുത്തിയിരുന്ന് കേൾക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് പോലെയാണ് നമ്മളെ എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ അടുത്ത് നിന്ന് ഒന്നും അവർ മറച്ചു വെക്കില്ല കേട്ടോ. ഇത് എൻ്റെ അനുഭവമാണ്. 2 കുട്ടികളുടെ അടുത്തും ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. സ്കൂളിലെ വിശേഷം, കളിക്കാൻ പോയ വിശേഷം എന്ത് തന്നെയാണെങ്കിലും അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും കേട്ടോ. അത് ഞാൻ കേൾക്കാൻ ഇരുന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് മക്കളായിട്ട് കൂടുതൽ അടുപ്പം കാണും. അവർ നമ്മുടെ അടുത്ത് നിന്ന് ഒന്നും മറച്ചു വെക്കുകയുമില്ല. അപ്പോൾ ഞാൻ ഈ കഥ തുടർന്ന് കേൾക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.